2010 എനിക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്തൊരു ഇൻസിഡൻ്റ് ഉള്ളത്. കാടുകൾക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് എനർജി പോയിന്റുകളുണ്ട്. ഞാൻ ഭഗവാനായിട്ട് കാണുന്നതും പ്രകൃതിയാണ്. കാട് നമ്മളെ കൂടുതൽ ക്ഷമയുള്ളവരാക്കും. മനുഷ്യൻ്റെ ഇടപെടലില്ലാതിരിക്കുകയാണെങ്കിൽ എല്ലാ വനങ്ങളും നല്ല അരകവച്ചിരിക്കും. അവരുടെ ആവാസ വ്യവസ്ഥ നമ്മൾ കൈകയറുകയാണ് ചെയ്യുന്നത്. എനിക്കുണ്ട ഏറ്റവും പ്രധാന മാറ്റം എന്ന് പറയുന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവാണ്. അറിവുകൾ തേടിയുള്ള ഈ യാത്രയിൽ ഈ കാട് എങ്ങനെയാണ് സാറിനെ സ്വാധീനിച്ചത്? ആനയ്ക്ക് ആരാ പറഞ്ഞു കൊടുത്തത് അത് എൻ്റെ വഴിയാണെന്ന്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ ആന ചരിഞ്ഞതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാരണം എന്ന് പറയുന്നത് വയറ്റിനുള്ളിലെ പ്ലാസ്റ്റിക് ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന അക്കാഡമിക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ PG ആയാലും സ്കൂൾ ജീവിതത്തിലെ പഠനമൊക്കെ ഒന്നുമല്ല. അതുപോലെ തന്നെ ജനങ്ങളും വനത്തിനകത്തേക്ക് കയറി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ ശല്യപ്പെടുത്തുന്നില്ല. വിനയത്തോടെ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാടിന്റെ നിയമവും മനുഷ്യന്റെ നിയമവും നേർക്ക് വന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യ വന്യജീവി സംഘർഷം താരതമ്യേന കുറവുള്ളൊരു പ്രദേശമാണ്. വഴിപിണക്കി എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം എന്നെ വഴിപിണക്കി കുറച്ച് ദൂരം കൊണ്ട് നടത്തിച്ചു. ഒരു മൃഗത്തെയും അറിയിക്കാതെ നമ്മൾ കടന്നു പോകും, ഉപദ്രവിക്കാറില്ല. കാടെന്ന് പറഞ്ഞാൽ പുണ്യം, ഞാൻ പറഞ്ഞില്ലേ, കാട് പുണ്യമാണ്, കാട് ദൈവമാണ്. റെക്കോർഡ്സ് എടുത്താലും ഇവിടെ അടുത്ത കാലത്തൊന്നും മനുഷ്യജീവി സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല.